സൃഷ്ടികർമ്മത്തിൽ പങ്കുചേർത്തു ദാനമക്കളെ ദാതാവിനേകുവാൻ കരുതി വളർത്താൻ വിശുദ്ധ വീതി സ്വർഗത്തിലേക്കുള്ള വീതി. ഒരു ചെറുപൂ വിരിയുന്ന കാലം, ഒരു തിരുനാളം തെളിയുന്ന നേരം. വിശുദ്ധ വീതിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സ്വർഗപിതാവിന്റെ കരങ്ങളിൽ നിന്ന് വിശുദ്ധിയോടെ കുഞ്ഞുങ്ങളെ സ്വീകരിച്ച് സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിതം നയിക്കുവാൻ കുടുംബങ്ങളെ സഹായിക്കുക, ഇതാണ് ഏഞ്ചൽസ് ആർമിയുടെ ലക്ഷ്യം. സ്വർഗത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് മധുരമൊഴിക്ക് ശേഷം ഏഞ്ചൽസ് ആർമി വീണ്ടും നിങ്ങൾക്കായി ഇവിടെ ഒരുക്കുന്നു വിശുദ്ധ വീതി, എ ഫാമിലീസ് ജേർണി ടു ഹോളിനെസ്. വിവാഹം കഴിഞ്ഞ മക്കളുടെ ജീവിതത്തിലെ മാതാപിതാക്കളുടെ ഔചിത്യപൂർവകമായ ഇടപെടൽ, ഇതാണ് ഇന്നത്തെ വിശുദ്ധ വീതിയിലെ ചർച്ചാ വിഷയം. എനിക്ക് തോന്നുന്നു ഒരുപാട് കൺസേൺ മാതാപിതാക്കൾക്കും മരുമക്കൾക്കും മക്കൾക്കും ഒക്കെ ഉള്ള ഒരു കൺസേൺ ഉള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിന് ഉചിതമായിട്ടുള്ള ഒരു ഗസ്റ്റിനെ തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നതും. ഷാജി അങ്കിളും ഷിമ്മി ആൻറ്റിയും ആണ്. വെൽക്കം ആൻറ്റി, വെൽക്കം അങ്കിൾ ടു ദ ഷോ. ആദ്യമായിട്ട് എനിക്ക് തോന്നുന്ന ഷിമ്മി ആൻറ്റിയുടെ തന്നെ ആവാം ചോദ്യം. ആൻറ്റി ഒരു വീട്ടിലേക്ക് മരുമകൾ എന്നുള്ള ആ ഒരു പൊസിഷനിൽ വന്നപ്പോൾ ശരിക്കും ബാക്കിയുള്ളവർ അല്ലെങ്കിൽ ആൻറ്റി എങ്ങനെയാണ് ഈ ഇൻലോസ് അല്ലെങ്കിൽ പുതിയൊരു വീട് എങ്ങനെയായിരുന്നു ആ ഒരു വെൽക്കമിങ്? ഞാൻ എൻ്റെ വിവാഹത്തിൻ്റെ അന്ന് ഞങ്ങളുടെ വിവാഹത്തിൻ്റെ 3 മണിക്കായിരുന്നു. അപ്പോൾ രാവിലെ എന്നോട് അപ്പച്ചൻ്റെ കൂടെ ഞാൻ കുർബാനയ്ക്ക് പോയായിരുന്നു. അന്നേരം കുർബാന കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അപ്പച്ചി എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് എന്നോടിങ്ങനെ പറഞ്ഞു, ഇനി മുതൽ നീ വിവാഹം കഴിയണ ആ സമയം തൊട്ട് ഇനി മുതൽ അതായിരിക്കും നിൻ്റെ വീട്. അവിടുത്തെ അപ്പനും അമ്മയാണ് ഞങ്ങളെപ്പോലെ തന്നെ സ്വന്തമായിട്ട് അവരെ കാണണം, അവിടെയുള്ള എല്ലാവരെയും സഹോദരങ്ങളെയും എല്ലാവരെയും. അപ്പോൾ ഇന്ന് മുതൽ അങ്ങനെ ആയിരിക്കണം എന്ന് എന്നോട് അന്ന് പറഞ്ഞു തന്നിരുന്നു. അത് ആ ഒരു ഉപദേശം എനിക്ക് ശരിക്കും 99% എനിക്ക് പാലിക്കാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ അത് തന്നെയാണ് എൻ്റെ മക്കളോടും 2 പെൺമക്കളോടും ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായാലും അത് നമുക്ക് നമ്മുടെ സ്വന്തം അപ്പനെയും അമ്മനെയും നമ്മളെങ്ങനെ അവരുടെ അടുത്ത് നമ്മൾ ക്ഷമിക്കുകയോ സ്നേഹിക്കുകയോ എങ്ങനെ ചെയ്യുമോ അതുപോലെ അവരും ചെയ്യണം. ഷിമ്മാൻറ്റി പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഓരോ പെൺമക്കളെയും ഇങ്ങനെ പറഞ്ഞു വിടുന്നതിൽ മാതാപിതാക്കളുടെ റോള് എന്തുമാത്രം ഉണ്ടെന്നുള്ളത്. അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് അവർക്കത് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ പോകുന്ന വീട്, പോകുന്ന ഭവനം അല്ലെങ്കിൽ പോകുന്ന കുടുംബം സ്വന്തം കുടുംബമായിട്ട് കാണുക എന്നൊക്കെ ഉള്ളത് അല്ലേ. അത് ഇറ്റ്സ് എ വെരി ചലഞ്ചിങ് സ്റ്റെപ്പ് ഫോർ എവറി പേരൻസ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൻ എന്നുള്ള രീതിയിൽ 2 പെൺമക്കളാണെന്ന് പറഞ്ഞു. അപ്പൻ എന്നുള്ള രീതിയിൽ അങ്കിൾ എങ്ങനെയാണ് മക്കളുടെ അടുത്ത് എന്ത് ഉപദേശം കൊടുത്താണ് വിട്ടത്? ഉപദേശമല്ല കൊടുത്തത്, അവരെ തനിച്ച് ഒരു കാര്യം എങ്ങനെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ അത് ആ സോൾവ് ചെയ്യാനായിട്ട് ദൈവത്തിലേക്ക് തന്നെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എന്ത് കാര്യങ്ങളെയും സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു വഴി കണ്ടെത്തുക എന്നുള്ളതാണ് അവരെ പഠിപ്പിച്ചത്. അതെൻ്റെ ചെറുപ്പം അതിനൊരു കാരണമായിട്ടുണ്ട്. കാര്യം എൻ്റെ ചെറുപ്പത്തിൽ ഞാനെല്ലാം ആരോടും ഒന്നും തുറന്നു പറയില്ലായിരുന്നു. അപ്പോൾ അത് എന്നെ ഒത്തിരി ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. കാര്യം ഞാനത് സപ്രസ് ചെയ്യും. അതെൻ്റെ സ്വഭാവത്തിന് ഒത്തിരി പ്രശ്നങ്ങളുണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകരുതെന്ന് എനിക്ക് വളരെ നിർബന്ധമായിരുന്നു. അപ്പോൾ ഈ എന്ത് കാര്യങ്ങളും ഇപ്പോൾ ഞാൻ പഠിക്കണ കാര്യങ്ങളാണെങ്കിലും അവർ തന്നെ അത് കണ്ടെത്തണം എന്നുള്ള ഒരു ആഗ്രഹം എപ്പോഴും ഉണ്ടാവരുത്. അതുകൊണ്ട് ഞാൻ വേൾഡ് ബുക്ക് നല്ല വിലയുള്ള ബുക്കാണ്, അത് മേടിച്ച് ഇപ്പോൾ എന്തെങ്കിലും ഒരു സംശയം ചോദിച്ചാൽ ആ ബുക്ക് എടുത്ത് അതിൽ നിന്ന് ഞാൻ തുറന്നു കൊടുക്കില്ല.
ആ ആൽഫബറ്റിക് ഓർഡറിൽ അതെടുത്ത് അത് തുറന്ന് അതിൽ ഏതാണെന്ന് കണ്ടെത്തി അങ്ങനെ കാണണം, അത് കണ്ടുപിടിക്കണം. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ റിന്യൂവലിലേക്ക് വന്നപ്പോൾ അതൊരു മാർഗമായി. ശരിക്കും ആ കണ്ടെത്തൽ ദൈവത്തിലേക്കാക്കി. ദൈവത്തിലൂടെ ഏത് പ്രോബ്ലത്തിലും സോൾവ് ചെയ്യാനുള്ള ഇത് കണ്ടെത്തൽ അവർ തന്നെ കണ്ടെത്തണം ആ രീതിയിൽ. അപ്പോൾ പ്രാർത്ഥനയിലൂടെ ആണ് ഇതിനൊരു മാർഗം ഉള്ളെന്നുള്ളത് അവർക്കത് വ്യക്തമായിട്ടുണ്ട്, അവരനുഭവിച്ചിട്ടുണ്ട് അത്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഫേസ് ചെയ്യുന്ന ഒരു വലിയ ചാലഞ്ചാണ്, ഇപ്പോഴത്തെ ഒരു ക്രൈസിസ് തന്നെയാണ്. മാതാപിതാക്കൾ ഇന്നൊരു സ്റ്റെപ്പ് എടുക്കുന്നില്ല ഈ ഒരു പ്രശ്നം ഹാൻഡിൽ, അല്ലെങ്കിൽ കുറച്ച് ഓവറായിട്ട് കല്യാണം കഴിച്ച് വിട്ട് കഴിഞ്ഞ് അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നു. ഇതിനെക്കുറിച്ചുള്ളൊക്കെ നിങ്ങളുടെ സ്റ്റാൻഡ് ഒന്ന് ഷെയർ ചെയ്യാമോ? ഞങ്ങൾ പല കപ്പിൾസിനെയും അവരുടെ പ്രശ്നങ്ങളായിട്ട് ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ മെയിൻ ഒരു പ്രശ്നമുള്ളത് ഈ മാതാപിതാക്കളുടെ ഓവറായിട്ടുള്ള ഇടപെടലാണ് അവിടെ അപകടങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയിരിക്കണമെന്ന് ഞങ്ങൾ പല കേസിലും കണ്ടിട്ടുണ്ട്. അപ്പം ഇത് ഞങ്ങൾ വീട്ടിലെപ്പോഴും ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. ഈ ഒരു പ്രശ്നം വലിയ അപകടത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. മാതാപിതാക്കൾ എന്തുകൊണ്ടാണ് അത് 2 പേര് അല്ലെങ്കിൽ ഒരു കുട്ടി, അപ്പോൾ ആ ഒരു കുട്ടിയിലേക്ക് എല്ലാ സ്നേഹവും അങ്ങ് നിറച്ച് ആ ഒരു ഡിപ്പെൻഡൻസ് ഭയങ്കരമായിട്ട് അവരെ ഇത് ചെയ്യണതാണ്. അതൊരു അടിമയാകുകയാണ് അവർ. ആ അവസ്ഥയിൽ നിന്ന് അവർ മാറി ചിന്തിക്കാനായിട്ട് അല്ലെങ്കിൽ അവരെ വിടിയിക്കാനായിട്ട്, ഇപ്പം വിവാഹം കഴിച്ച് വിട്ടെങ്കിലും അവർ വിട്ടിട്ടില്ല, അത് ഡിസ്കണക്ഷൻ അവിടെ സംഭവിച്ചിട്ടില്ല. അവരിപ്പോഴും ആ മകളുമായിട്ടൊരു കണക്ഷൻ ഇട്ടിട്ടാണ് വിടണം. അപ്പോൾ ഡെയിലി ഫോൺ ചെയ്യുക, ഇതൊക്കെ. അപ്പം ഇതൊന്നും ഇല്ലാതിരിക്കുക. ഇപ്പം ഞങ്ങളുടെ 2 മക്കളും ഡെയിലി വീട്ടിലോട്ട് വിളിക്കാറില്ല. കാര്യം വിളിച്ചിട്ട് കാര്യമില്ലെന്ന് അവർക്കറിയാം. അപ്പോൾ അതൊരു പ്രാക്ടീസാണ്. അത് അവർ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവർ തന്നെ ഇപ്പം ഞങ്ങളുടെ അടുത്ത് വന്ന് പറയുകയാണെങ്കിൽ തന്നെ അതിന് ഞങ്ങൾ കാണുന്നത് അതിനൊരു മറുപടി ഞങ്ങൾ കൊടുക്കാറേ ഇല്ല. അത് ആ പ്രശ്നം വളരെ കുറച്ച് പറയാറുള്ളൂ. പറഞ്ഞാൽ തന്നെ അതിനൊരു പ്രശ്നം, അതിനെ ഞങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്ന് ഞങ്ങൾ അതിനൊരു ഉപദേശം കൊടുക്കുക, അല്ലെങ്കിൽ ഒന്നും കൊടുക്കില്ല, ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് പറയും. ആണ് അതിൻ്റെ ഒരു വഴിയായിട്ട് കൊടുക്കും. ശരിക്കും അത്രയും തന്നെ ഒരു മാതാപിതാക്കൾക്ക് എടുക്കേണ്ടതായിട്ടുള്ള ഒരു റോള് ആഫ്റ്റർ വൺസ് അവരെ കെട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നു അവരുടെ ലൈഫാണ്. ഐ തിങ്ക് ദ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഷുഡ് ടേക്ക് അപ്പ് ഓൾ ദ തിങ്സ്, അവരുടെ ലൈഫിലുള്ള തീരുമാനങ്ങളൊക്കെ. പിന്നെ ആ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിലുള്ളവർക്ക്, അവിടെയുള്ളവർക്ക് കൊടുക്കാനും, പിന്നെ നമ്മുടെ മാതാപിതാക്കൾക്ക് ആ ഒരു ഹൈറാർക്കി വരുന്നത് അങ്ങനെയാണ്. ആ ഒരു ഹൈറാർക്കി മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഡെഫിനറ്റ്ലി അപ്പൊ തന്നെ അവിടെ ഫുൾ പ്രശ്നങ്ങളാകും, ആ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളാകും എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? ഇതിൽ തന്നെ ഉള്ളത് ഇപ്പം ഞങ്ങൾക്ക് 2 പെൺകുട്ടികളായതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു ഇതിൻ്റെ മറ്റൊരു സൈഡുണ്ടല്ലോ. ഇപ്പോൾ ആൺകുട്ടികളുടെ സൈഡുണ്ട്. ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടാകുന്ന ഒരു പ്രശ്നം, 2 പേർക്കും ജോലിയുണ്ട്. ഭാര്യ പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും 2 പേരും ജോലിയുണ്ട്. 2 പേർക്കും അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ ഇതിന് തമ്മിൽ ആ വിധേയപ്പെട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളുണ്ടാകാറുണ്ട്. ഇത് പലപ്പോഴും വീടുകളിലേക്ക് ഷെയർ ചെയ്യപ്പെടാം. അപ്പോൾ അവിടെ നിന്ന് ആ വിധേയപ്പെട്ട് നിൽക്കണം, ഭർത്താവിന് വിധേയപ്പെട്ടിരിക്കണം എന്നുള്ള ഒരു രീതിയിലുള്ള മറുപടി അല്ല വരുന്നതെങ്കിൽ അവിടെ വലിയൊരു അപകടം സംഭവിക്കും. അപ്പോൾ ആ വിധേയത്വം ഭർത്താവിന് ഭാര്യ വിധേയപ്പെട്ട് തന്നെ ആയിരിക്കണം എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അമ്മ എങ്ങനെയാണ് വിധേയപ്പെട്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് അപ്പനോട് പെരുമാറുന്നത് കണ്ടു വളർന്നാണ് ആ പെങ്കൊച്ച് വേറൊരു ജീവിതത്തിലോട്ട് കടന്നു ചെല്ലുന്നത്. എന്തായാലും ഇതിനെപ്പറ്റി മറ്റൊരു ആംഗിളിൽ നിന്ന് കേൾക്കാനായിട്ട് നമ്മൾക്ക് ടോജനും മീനുവും വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ കൂടെയുള്ള ഗസ്റ്റ് ആരാണെന്ന് നമുക്ക് നോക്കാം. ഹായ് ടോജൻ. ഹായ് മീനു. ഹായ് മനു. ഹായ് എൽറിയ. ഇന്ന് നമ്മോടൊപ്പം ഉള്ള ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ്. ഏഞ്ചൽസ് ആർമിയുടെ തന്നെ തുടക്ക കാലഘട്ടത്തിൽ 2004 കാലഘട്ടത്തിൽ ഒരു സ്പിരിച്വൽ ഗൈഡും ആനിമേറ്ററുമായിട്ടൊക്കെ ഒരുപാട് സഹായിച്ച ഗൈഡ് ചെയ്ത ഏഞ്ചൽസ് ആർമിയുടെ തന്നെ സ്വന്തം ഫാദർ വർഗീസ് മണവാളൻ അച്ഛനാണ്. അച്ഛനിപ്പോൾ മലയാറ്റൂർ തീർത്ഥാടന കേന്ദ്രത്തിലെ സെൻറ്റ് തോമസ് ചർച്ചിൽ വികാരിയാണ്. സോ വെൽക്കം ടു ദ പ്രോഗ്രാം അച്ഛാ. അപ്പോൾ അച്ഛാ നേരെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. ഒരു പ്രത്യേക ടോപ്പിക്കാണ്, സെൻസിറ്റീവ് ടോപ്പിക്കാണ്. മക്കളുടെ വിവാഹശേഷം മാതാപിതാക്കൾക്ക് ഇടപെടാമോ, അല്ലെങ്കിൽ ഇടപെടാമെങ്കിൽ അവരുടെ ജീവിതത്തിൽ എത്രത്തോളം ഇടപെടണം? ചോദിച്ച ചോദ്യത്തിന് വസ്തുനിഷ്ഠമായിട്ട് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ
3 ഉത്തരങ്ങൾ നൽകാൻ പറ്റും. ഇടപെടാം, ഇടപെടരുത്, ഇടപെടണം. ഇതാണ് ഒരുപക്ഷെ പറയാവുന്ന ഉത്തരങ്ങൾ. പലപ്പോഴും മാതാപിതാക്കന്മാർ പെട്ടെന്ന് ഇടപെടുന്നതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കണ്ടുവരുന്നത്. മുൻപൊക്കെ അങ്ങനെ പൊടുന്നനവേ ഇടപെടുന്ന ഒരു രീതി ഇല്ലായിരുന്നു. ഇപ്പോൾ മക്കളെ അതുപോലെ പോറ്റി വളർത്തിയ മാതാപിതാക്കന്മാർക്ക് എൻ്റെ മകനോ എൻ്റെ മകളോ അവരുടെ ജീവിത പങ്കാളിയിൽ നിന്നും ഒരു വേദന അനുഭവിക്കുന്നു പറയുന്ന കേൾക്കുമ്പോൾ തന്നെ അവർ അലർട്ടായിട്ട് മാറുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പറ്റുന്നൊരു കാര്യം, അവർ സ്വന്തം മകൻ്റെയോ മകളുടെയോ ആ പക്ഷത്ത് നിൽക്കുമ്പോൾ മറുവശത്ത് നിൽക്കുന്നത് സ്വന്തം മകനാണ് മകളാണ് എന്നുപോലും ചിന്തിക്കാതെ മറുവശത്ത് നിൽക്കുന്നവൻ അല്ലെങ്കിൽ നിൽക്കുന്നവൾ ഒരു ശത്രുവിനെ പോലെ കണ്ടിട്ടാണ് അവർ ഇടപെടാൻ തന്നെ തുടങ്ങുന്നത്. അതുപോലെ തന്നെ അപ്പനും അമ്മയും വികാരഭരിതരായി തീർന്നു കഴിഞ്ഞാൽ തീരുമാനം മുഴുവനും അവിവേകമായിട്ട് മാറും എന്നുള്ളതാണ്. മാതാപിതാക്കന്മാർ ഇതുപോലെയുള്ള മക്കളുടെ പ്രശ്നങ്ങളെ ഇടപെടുമ്പോൾ ഓർമ്മിക്കേണ്ട അടിസ്ഥാന ഒരു കാര്യമുണ്ട്. അവർ വിവാഹിതരായത് മരണം വരെ ഒന്നിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒന്നിച്ച് നിൽക്കൽ അനുകൂലമായ സാഹചര്യം മാത്രമല്ല, വിവാഹത്തിൻ്റെ സമയത്ത് കേൾക്കുന്ന പ്രതിജ്ഞ നമ്മൾ ഓർമ്മിക്കണം. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും എന്ന് പറയുന്ന വാക്കുകൾക്ക് വലിയ അർത്ഥമുണ്ട്. അത് പ്രതികൂലങ്ങളുടെ നിമിഷങ്ങളിലും ഒന്നിച്ച് നിൽക്കാനുള്ളവരാണ്. ഒരുപക്ഷെ ഒരു മകളാണ് പ്രശ്നം പറയുന്നതെങ്കിൽ അവളുടെ മറുവശം കേൾക്കാനും കൂടി മനസ്സുണ്ടാവും. ഇത് പലപ്പോഴും അങ്ങനെ ചോദിക്കാറ് പോലുമില്ല. അങ്ങനെ വരുമ്പോൾ ഏകപക്ഷീയമായ തീരുമാനങ്ങളായിരിക്കും ചിലപ്പോൾ വരിക. അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഗുരുതരമായിട്ട് തീരാനും കാരണമായിട്ട് വരുന്നത്. അവിടെ ഈ മാതാപിതാക്കന്മാരെ പ്രാർത്ഥനയോടുകൂടി വേണം കൈകാര്യം ചെയ്യാൻ. കാരണം എൻ്റെ മകനെ എൻ്റെ മകളെ അവരെടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ, എന്ത് സഹനം വന്നാലും ഉറച്ചു നിൽക്കണം എന്നുള്ള ചിന്തയോടുകൂടി വേണം അവർ ഇടപെടാൻ. നമുക്കറിയാം, ജീവിതത്തിൽ ഏതൊരു തീരുമാനം എടുത്താലും അതൊരു കമ്മിറ്റ്മെൻറ്റാണ്. ആ കമ്മിറ്റ്മെൻറ്റിന് ജീവൻ പോയാലും അതിൽ തന്നെ ഉറച്ചു നിൽക്കണമെന്നുള്ളത് ഇത് വിവാഹ ജീവിതത്തിൻ്റെ കാര്യം മാത്രമല്ല, ഏത് കാര്യത്തിൽ പോലും അതാവശ്യമാണ്. പക്ഷേ ആ വിധത്തിലുള്ള കമ്മിറ്റ്മെൻ്റ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന സഹനങ്ങളിലൂടെ കടന്നു പോകാൻ ഇവർക്ക് സാധിക്കാതെ വരുമ്പോൾ, ഈ പ്രശ്നങ്ങളും കൊണ്ട് വരുമ്പോൾ ആ തരത്തിൽ അവരെ ആ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ കരുത്തുള്ളവരാക്കാൻ വേണ്ടിയിട്ടാണ് മാതാപിതാക്കന്മാരെ ആദ്യം ശ്രമിക്കേണ്ടത്. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ വലിയ കാര്യങ്ങളിലല്ല തുടങ്ങുന്നുള്ളതാണ്. കുഞ്ഞു കാര്യങ്ങളിൽ അവർ തുടങ്ങുന്നു, സംസാരിക്കുന്നു, അത് തർക്കങ്ങളാകുന്നു, അല്ലെങ്കിൽ ഒച്ചയെടുത്ത കാര്യങ്ങളാകുന്നു, ഇത് ചിലപ്പോൾ തള്ളിലേക്ക് പോകുന്നു. അങ്ങനെ സ്ലോലി കടന്നു വരുന്ന കാര്യങ്ങളാണ്. പക്ഷേ ആ അവസ്ഥകളൊന്നും ആരും പരിഗണിക്കാറില്ല. എൻ്റെ മകൾ പറഞ്ഞു എന്നുള്ള ആ ചിന്തയിൽ വികാരപരമായിട്ട് ഇടപെടുകയും ചെയ്യണം. അപ്പോൾ ഇടപെടുമ്പോൾ വളരെ ശാന്തമായിട്ട് വേണം, രണ്ടു വശവും കേട്ടിട്ട് വേണം ഒരു വിഷയം ഇടപെടാനായിട്ട്. അത് കുടുംബങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഒത്തിരി ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ അതിൽ നിന്നുള്ള എന്തെങ്കിലും അനുഭവങ്ങളൊന്ന് പങ്കുവയ്ക്കാവോ? ഞാൻ അടുത്ത ദിവസങ്ങളിൽ ബന്ധപ്പെട്ടൊരു കാര്യം, വിവാഹം കഴിഞ്ഞിട്ട് 3 മാസം 4 മാസം ആയിട്ടുള്ളൂ. പക്ഷേ ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു സ്വസ്ഥതയില്ലാത്ത ഒരു പെരുമാറ്റമുണ്ട്. അവർ സ്റ്റേബിളല്ല എന്ന ചിന്തയിൽ അവനോട് എപ്പോഴും ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ കളിയില്ല, അവൻ ഒരു തല്ല് കൊടുത്തു. അതോടുകൂടി അതിനു മുമ്പ് തന്നെ 2-3 പ്രാവശ്യം വീട്ടിലേക്ക് പോന്നിരുന്നു. അത് വലിയ കാര്യങ്ങളുണ്ടായിട്ടല്ല, അങ്ങോട്ട് നോക്കിയില്ല ഇങ്ങോട്ട് നോക്കിയില്ല എന്ന് പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് അവൾക്ക് വീട്ടിൽ പോകാൻ താല്പര്യമില്ല. എന്നാൽ ഒന്നിച്ച് മരണം വരെ ജീവിക്കേണ്ടവരാണെന്നുള്ള ചിന്ത പോലും ദമ്പതികളുടെ മനസ്സിൽ പോലുമില്ല. എനിക്ക് വേദന ഉണ്ടായി, എൻ്റെ ഇഷ്ടം നടന്നില്ല എന്ന് പറയുന്ന ആ ഒരു കാഴ്ചപ്പാട് മാത്രമേ അവരുടെ മനസ്സുകളിലുള്ളൂ. ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു ജീവിതത്തിലേക്കാണ് വന്നതെന്നും ദൈവത്താൽ നിയോഗിക്കപ്പെട്ട
ഒരു ഉത്തരവാദിത്വമാണ് ഏറ്റെടുത്തിരിക്കുന്നതെന്നും അതിന് ശക്തി ദൈവത്തിൽ നിന്ന് തന്നെ കിട്ടണമെന്നും ആ ചിന്തകളെ പലപ്പോഴും പലരുടെയും മനസ്സുകളിൽ നിന്ന് പോവുകയാണ്. അതുകൊണ്ട് ക്രൈസ്തവമായ ഒരു രീതിയിൽ പോലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അത് കൈകാര്യം ചെയ്യാൻ ഈ ദമ്പതികൾക്കോ ഇടപെടുന്ന മാതാപിതാക്കന്മാർക്കോ സാധിക്കാതെ പോവുകയാണ്. ഇനി ഈ മാതാപിതാക്കന്മാർ മകളുടെ ഈ കുറവുണ്ടായിരുമ്പോൾ മകളുടെ പക്ഷത്ത് നിന്നിട്ട് മറുവശത്തുള്ള മകനെ മകനായിട്ട് കാണാൻ പറ്റാതെ ഇരിക്കുകയാണ്. അപ്പോൾ മകനോടോ മകൻ്റെ മാതാപിതാക്കന്മാരോടോ ഒരു സ്നേഹത്തിൻ്റെ രൂപത്തിൽ ബന്ധപ്പെടാതെ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടും കുടുംബത്തിൻ്റെ ചരിത്രങ്ങൾ പറഞ്ഞുകൊണ്ടൊക്കെയുള്ള രീതികൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രശ്നം ഗുരുതരമാകുകയാണ്. തീർച്ചയായും. അപ്പോൾ ഇടപെടണം എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ മാനദണ്ഡം ക്രിസ്തുവിൻ്റെ മനോഭാവത്തിൽ നമ്മളതിനെ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന രീതിയിൽ കൊണ്ടുവരണം. മാതാപിതാക്കന്മാർ ഇടപെടേണ്ടത് ഒരു ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ടാണ്. എങ്ങനെയുള്ള ബോധവൽക്കരണം? വളരെ പോസിറ്റീവായിട്ട് ഉണ്ടായ ഏതെങ്കിലും പ്രയാസപ്പെട്ട നിമിഷങ്ങളെ കൈകാര്യം ചെയ്യാൻ വചനാത്മകമായിട്ടും സൈക്കോളജിക്കലായിട്ടുമൊക്കെ അത് പോസിറ്റീവാക്കി എടുക്കാൻ അവർക്ക് സാധിക്കണം. അങ്ങനത്തെ രീതിയിൽ ബോധവൽക്കരണം നടത്തി കഴിഞ്ഞാൽ ഈ മക്കൾക്ക് പക്ഷം ചേർന്നുള്ള ഉത്തരം കൊടുക്കുന്നതിന് പകരമായിട്ട് രണ്ടുപേരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരം നൽകിക്കൊണ്ട് പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റും. എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളൊരു കാര്യം, വിവാഹം കഴിഞ്ഞാൽ നിങ്ങളുടെ മകളുടെ ഭർത്താവ് നിങ്ങളുടെ സ്വന്തം മകനായിട്ട് കാണാൻ സാധിക്കണം. മകൾക്ക് കൊടുക്കുന്ന അതേ സ്നേഹം തന്നെ നിങ്ങളുടെ മകനെന്ന രീതിയിൽ നിങ്ങളുടെ ഒരു മരുമകനായിട്ട് വരുന്ന മകനും കൊടുത്തു കഴിയുമ്പോഴാണ് ആ സ്നേഹത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് അവൻ്റെ കുറവുകളെ കാണാനും പരിഹരിക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മകളുടെ കാര്യത്തിൽ ഇടപെടുമ്പോൾ ആ മകൻ നിങ്ങളെ ശത്രുവിനെ പോലെ തന്നെയാണ് നിങ്ങളൊരുപക്ഷെ മനസ്സിൽ കരുതാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലുമൊക്കെ നമുക്ക് പ്രാർത്ഥന വേണം, ഒരു ദൈവിക മനോഭാവം വേണം. ഒപ്പം തന്നെ ഞങ്ങളുടെ മക്കളെ എന്നും കൂട്ടിയോജിപ്പിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് മാത്രമേ സംസാരിക്കുള്ളൂ എന്നുള്ള ഒരു തീരുമാനം ഉണ്ടാകണം. ദൈവം ഇടപെട്ടാൽ ഏത് ചെറുതും വലുതുമായ കാര്യങ്ങൾ പൊടുന്നനവെ പരിഹരിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്ന നമുക്ക് ഇത് തന്നെ ആയിരിക്കട്ടെ പ്രശ്നങ്ങളിൽ പരിഹാരമാർഗം. അപ്പം താങ്ക് യു അച്ഛാ. താങ്ക് യു വെരി മച്ച്. ബാക്ക് ടു യു മനു ആൻഡ് എൽറിയ. താങ്ക് യു തോജൻ ആൻഡ് മീനു. ശരിക്കും മണവാളനച്ഛൻ പറഞ്ഞ ആ ഒരു കണ്ടന്റ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ശരിക്കും മരുമകൻ മകനായും മരുമകൾ മകളായും മാറുമ്പോഴേ അത് ഒന്ന് ഫുൾഫിൽ ആവും. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തില് സഭ എന്താണ് ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് ജെറിനച്ഛൻ എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. സോ ജെറിനച്ഛനിലേക്ക് നമുക്ക് പോകാം. ഓവർ ടു ഫിലിപ്പൈൻസ്. വിശ്വംസികായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവർ, ഇന്നത്തെ നമ്മുടെ സംസാര വിഷയമെല്ലാം വിവാഹം കഴിഞ്ഞ മക്കളുടെ ജീവിതത്തിൽ മാതാപിതാക്കൾക്ക് എവിടെ വരെ ഇടപെടാം, എത്രമാത്രം ഇടപെടാം, എന്തൊക്കെ കാര്യങ്ങളിൽ ഇടപെടാം. നമുക്ക് തോന്നുന്നു ഇത് രണ്ടായിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാതിരിക്കുന്നു. പ്രത്യേകിച്ച് ചെറുക്കൻ്റെ പേരൻസും പെണ്ണിൻ്റെ പേരൻസും. അത് നമുക്ക് ഈ ചെറുക്കൻ്റെ പേരൻസിനെ പറ്റി തന്നെ ചിന്തിക്കാം. ചെറുക്കൻ്റെ പേരൻസിനോട് എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളൊരു വാക്ക് ഇതാണ്: ദയവ് ചെയ്ത് നിങ്ങളുടെ മകന് നിങ്ങൾ വേണ്ട ബഹുമാനവും ആദരവും വീട്ടിൽ കൊടുക്കേണ്ട സ്ഥാനവും തീർച്ചയായിട്ടും കൊടുക്കണം. ഒരു മകനെന്ന നിലയിൽ, ഇപ്പോൾ കല്യാണം കഴിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയിൽ എങ്കിൽ മാത്രമേ വന്നു കയറുന്ന പെൺകുട്ടിക്കും ഈ ബഹുമാനവും ആദരവും കൊടുക്കുവാൻ തോന്നത്തുള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാം പാഠം തന്നെയാണ്. മകന് നിങ്ങൾ വേണ്ട പരിഗണനയും ബഹുമാനവും അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ കുട്ടികൾക്ക് സ്പേസ് ഉറപ്പായിട്ട് കൊടുക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട ചില കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ട്. കല്യാണം കഴിയുമ്പോഴത്തേക്ക് ഈ പ്രത്യേകിച്ച് ഹണിമൂൺ ദിവസങ്ങളിലൊക്കെ ഇവർ പുറത്തൊക്കെ പോകാൻ നേരത്തൊക്കെ ഉറപ്പായിട്ട് ചോദിക്കും, അപ്പനും അമ്മയോടൊക്കെ ചോദിക്കും, വരുന്നോ, നമുക്കൊരു സിനിമയ്ക്ക് പോകാമെന്നൊക്കെ പറയും. അല്ലെങ്കിൽ നമുക്കൊരു യാത്ര പോകാം, ഞങ്ങൾ പോകുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ഭക്ഷണം കഴിക്കാൻ പോകാം. അപ്പം ചാടിക്കറി പോവല്ലേ, വരാമെന്ന് പറഞ്ഞ് ഓടിപ്പോയി കാറേ കയറി ഇരിക്കല്ലേ, അതൊക്കെ അവർ ചുമ്മാ വിളിക്കുന്നതാണ്. അവർ വരരുത് എന്ന് കരുതി തന്നെ വിളിക്കുന്ന. ചാടിക്കിറങ്ങി ഇരിക്കുവാണെങ്കിൽ അവർ വിട്ടുപോകത്തില്ലേ? അവർക്ക് അവരുടെ പ്രൈവസി വേണ്ടേ? ഇന്നലെ വരെ നിങ്ങളുടെ മകൻ്റെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളായിരിക്കും തീരുമാനമെടുത്തിരുന്നത്, നിങ്ങളായിരിക്കും മുൻപിൽ നിന്നത്. ഇന്ന് അങ്ങനെയല്ല, മറ്റൊരു വ്യക്തി കൂടിയുണ്ട്. ആ വ്യക്തി കൂടി സ്പേസ് കൊടുക്കണം. അവരൊന്ന് വളരട്ടെ, അവരൊന്ന് ജീവിച്ച് സ്വന്തമായിട്ട് കാര്യങ്ങൾ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്ത് തെറ്റിയൊക്കെ തന്നെ പഠിക്കട്ടെ. ഇതാണ് ആദ്യമായിട്ട് തന്നെ ചെറുക്കൻ്റെ മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം.
അതുപോലെ തന്നെ പെൺകുട്ടിയുടെ മാതാപിതാക്കളോട്, പ്രത്യേകിച്ച് അമ്മമാരോട് നിങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇന്ന് കാണുന്ന വലിയൊരു രോഗമുണ്ട്, പ്രത്യേകിച്ച് ഈ മൊബൈലൊക്കെ വളരെ അങ്ങ് ഇതായി കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും റണ്ണിങ് കമൻ്ററി പോലെയാണ്. രാവിലെ മുതൽ രാത്രി വരെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ പെൺകുട്ടി വിളിച്ച് പറയുന്നത്. എപ്പോഴും മുറിക്കുന്ന കുടുകുടുകൂടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നാണ് ചില ആണുങ്ങളൊക്കെ പറയുന്നത്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രത്യേകിച്ച് അമ്മമാരെ, ദയവ് ഇത് പ്രോത്സാഹിപ്പിക്കരുത് കേട്ടോ. അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അഭിപ്രായം പറയാനും പോകരുത്. അത് വേറൊരു വീടാണ്, നിങ്ങളുടെ വീടല്ല. നിങ്ങളുടെ വീട്ടിലെ പോലെ അല്ല അവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് മറ്റൊരു കൾച്ചറിൽ നടക്കുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വളർന്നു പോകുന്ന സാഹചര്യം വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്ത് തീരുമാനം പറയാൻ പറ്റും? അതുകൊണ്ട് തീരുമാനം പറയാതിരിക്കണമെങ്കിൽ ദയവ് ചെയ്ത് ഇത് പ്രോത്സാഹിപ്പിക്കരുത്. അവർ തന്നെയൊക്കെ ചെയ്യട്ടെ കുറേ കാര്യങ്ങൾ, അവർ പഠിക്കട്ടെ, മകൾ കുറച്ചുകൂടെയൊക്കെ മച്ചുർ ആവട്ടെ. അങ്ങനെ അതുപോലെ തന്നെ എനിക്ക് കല്യാണം കഴിഞ്ഞ മക്കളോട് എനിക്കൊരു വാക്കുകൂടി ഞാൻ ചേർത്ത് പറയാനുണ്ടേ. ദയവ് ചെയ്ത് പ്രത്യേകിച്ച് പെൺമക്കളും ഒന്നും ഈ നിങ്ങളുടെ മുറിയിൽ നടക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ 4 ഭിത്തിക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും എല്ലാം പുറത്ത് വിളിച്ച് പറയരുതേ. അത് വലിയ മണ്ടത്തര. നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾക്ക് ചിലപ്പോൾ പുറത്തുനിന്ന് സഹായം ലഭിക്കും, പുറത്തുനിന്ന് പ്രത്യേകിച്ചൊരു ഒപ്പീനിയൻ കിട്ടും. നോ, കിട്ടാൻ പോകുന്നതൊക്കെ വന്ന അബദ്ധങ്ങളൊക്കെ ആയിരിക്കും. നിങ്ങളിപ്പോൾ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു അബദ്ധങ്ങളും അല്ലെങ്കിൽ പറ്റുന്ന കൺഫ്യൂഷൻസും ചില തർക്കങ്ങളൊക്കെ പുറത്തു പോയി ചോദിക്കുമ്പോൾ നാട്ടുകാരൊക്കെ അറിയുക. പിന്നീട് നിങ്ങൾക്ക് 2 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു, നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞു, നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ കഴിഞ്ഞു. പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളിപ്പോഴും പ്രശ്നക്കാർ തന്നെ. അതുകൊണ്ട് ആവശ്യമില്ലാത്തൊക്കെ എല്ലായിടത്തും കൂടെ വിളമ്പി കൊടുക്കരുതേ. മാതാപിതാക്കൾ കൊടുക്കേണ്ട ഒരു ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ട്, അത് നിങ്ങൾ ഉറപ്പായിട്ട് പാലിക്കണം നിങ്ങളുടെ കുടുംബം പുതുതായിട്ട് പണിതുയർത്തുമ്പോൾ. അതുപോലെ തന്നെ മാതാപിതാക്കൾക്കുള്ള ഒരു ചെറിയൊരു സന്ദേശം ഇതാണ്: നിങ്ങൾ എല്ലാത്തിനും ചെവി കൊടുക്കാൻ പോകണ്ട, എല്ലാത്തിനും ഉത്തരം പറയാനും പോകണ്ട. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ, മറിച്ച് കേൾക്കുമ്പോൾ കേൾക്കാതെ കുറേയൊക്കെ വിട്ട് കളഞ്ഞിട്ട് പ്രാർത്ഥിക്കും. അല്ല എന്തെങ്കിലുമൊക്കെ അവർ പറയുമ്പോഴത്തേക്ക് ഞാൻ പ്രാർത്ഥിക്കാം, അത് മതി. നമ്മളിപ്പോൾ ഇടപെട്ട് സംസാരിക്കുന്ന സമയമല്ല. പ്രാർത്ഥിക്കാം. അത് തന്നെ പ്രാർത്ഥന തന്നെയാണ് ഇവിടെയുള്ള സകലമാന പ്രശ്നങ്ങൾക്ക് ഉത്തരം. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നിശബ്ദതയാണല്ലോ. നിശബ്ദത ഇരിക്കുമ്പോൾ തന്നെ പകുതി പ്രശ്നങ്ങൾക്ക് പ്രശ്നം നമ്മുടെ കയ്യിൽ തന്നെ അത് മനസ്സിലാകും. അവിടെ തന്നെ ഉത്തരവും വന്നു തുടങ്ങും. പ്രാർത്ഥിച്ചാൽ മതി. അത്യാവശ്യ ഘട്ടം വന്നാൽ മാത്രം ഇടപെടുമ്പോഴൊക്കെ വളരെ വിവേകത്തോടെ ഇടപെടും. തല്ലാനും കൊല്ലാനും പോകുന്ന രീതിയിലല്ലല്ലോ നമ്മുടെ മക്കളെയല്ലേ കെട്ടിച്ച് വിട്ടേക്കുന്നത്. അതുകൊണ്ട് ആ ഒരു സ്നേഹത്തിലും കരുണയിലും ബന്ധം കൂട്ടിയോജിപ്പിക്കാനെന്ന ചിന്തയിൽ മാത്രം ഇടപെടണം, പൊട്ടിക്കാനെന്ന രീതിയിലല്ല. നമ്മളിവിടെ നിൽക്കുന്നത് കുടുംബത്തെ തകർക്കാൻ വേണ്ടിയല്ലോ, കുടുംബത്തെ ചേർക്കാൻ വേണ്ടിയല്ലേ. നമ്മുടെ മക്കൾ സ്നേഹത്തോടെയല്ലേ അവിടെ ജീവിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് മാതാപിതാക്കളെ, ഇനിയുള്ള എൻ്റെ ചില കുഞ്ഞു കുഞ്ഞു അപേക്ഷകളൊക്കെയാണ്. ദയവ് ചെയ്ത് ഒരു പെൺകുട്ടി ഒരു പുതിയ വീട്ടിലേക്ക് കെട്ടിക്കൊണ്ട് വരും, പ്രത്യേകിച്ച് അമ്മായിപ്പനും അമ്മായിയമ്മയൊക്കെ പറയാൻ സാധ്യതയുള്ള ചില സ്ഥിരം കമൻറ്റുകളൊക്കെ ഉണ്ട്. ഈ വീട്ടിൽ ചില നടപടികളൊക്കെ ഉണ്ട്, ചില ചിട്ടകളൊക്കെ ഉണ്ട്, ചില നിയമങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ അനുസരിച്ച് പോകണമെന്ന്. ഇതെന്താ ജയിൽ വല്ലതും ആണോ? അതുപോലെ ഹോസ്റ്റലിലേക്ക് വല്ലതും വന്നത് ഈ നിയമങ്ങളും ചട്ടങ്ങളൊക്കെ പാലിച്ചവിടെ ജീവിക്കാൻ. അപ്പോൾ ആ കുട്ടിക്കും ഇല്ല ചില നിയമങ്ങളൊക്കെ. പരസ്പരം ബഹുമാനിക്കുക എന്നുള്ളത് തന്നെ പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ ആവശ്യമില്ലാതെ നിയമങ്ങളും ചട്ടങ്ങളും ഇവിടെ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞങ്ങ് അടിച്ചേൽപ്പിക്കുമ്പോൾ ആ കുട്ടിക്ക് എന്തുമാത്രം ഇൻസെക്യൂരിറ്റി ആയിരിക്കും ഫീൽ ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ മക്കളോടാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുമോ? നിങ്ങളുടെ പെൺമക്കൾ മറ്റൊരു വീട്ടിലേക്ക് എത്തിച്ചു വിടുമ്പോൾ അവരോട് എത്രമാത്രം കാരുണ്യത്തോടും ദയോടുമാണ് അവരുടെ മാതാപിതാക്കൾ പെരുമാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് തന്നെ ഇവിടെ കൊടുക്കുക. കർത്താവ് തന്നെ പറഞ്ഞത്, നിങ്ങൾക്ക് എങ്ങനെ കിട്ടാൻ ആഗ്രഹിക്കുന്നു അതുപോലെ നിങ്ങൾ ഇവിടെ കൊടുക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് ഒരു ചെറിയ സജഷൻ ഉള്ളതാണ്, പ്രത്യേകിച്ച് അമ്മമാരൊക്കെ പറയാറുണ്ട് പെൺകുട്ടിക്ക് ഒരു മച്യൂരിറ്റി ഇല്ല, അല്ലെങ്കിൽ അമ്മായിമ്മ പറയും അവനൊരു മച്യൂരിറ്റി ഇല്ല ചെറുക്കന്. എന്ത് മച്യൂരിറ്റി നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് എന്നാ ഈ മച്യൂരിറ്റി ഉണ്ടായേ? നിങ്ങൾ ഈ മച്യൂരിറ്റി എന്നൊക്കെ ഉദ്ദേശിക്കുന്ന കല്യാണം കഴിഞ്ഞ് 5-10 വർഷമൊക്കെ കഴിഞ്ഞ് ഒരാൾ കാണിക്കേണ്ട ചില പക്വമായ തീരുമാനങ്ങളും പെരുമാറ്റങ്ങളൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ കല്യാണം കഴിഞ്ഞ 1-2 മാസം കഴിഞ്ഞൊരു വ്യക്തിയിൽ നിന്നും. നോ, പ്ലീസ്, അവർക്ക് സമയം കൊടുക്ക്. അവർ തെറ്റൊക്കെ ചെയ്തും കുറച്ച് പൊട്ടത്തരങ്ങളൊക്കെ കാണിച്ചും മണ്ടത്തരങ്ങളൊക്കെ കാണിച്ച് അവരുടെ മച്യൂരിറ്റിയിലൊക്കെ അവർ വരട്ടെ. ഇറ്റ്സ് എ ഗ്രോയിങ് ഫാക്ടർ, ഇതൊരു വളർച്ചയല്ലേ. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ആവശ്യമില്ലാത്ത കമൻറ്റുകൾ വെച്ച് ആദ്യമേ തന്നെ അവരുടെ ആത്മവിശ്വാസവും അവരുടെ സ്വസ്ഥമായ ഗൃഹജീവിതവും നശിപ്പിക്കാതിരിക്കുക. അതുപോലെ തന്നെ ആൺകുട്ടിയുടെ അമ്മയൊക്കെ ചിലപ്പോഴൊക്കെ ചോദിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ, നിനക്കൊരു ആണത്തില്ലടാ, അവൾ നിന്നെ ഭരിക്കാൻ തുടങ്ങി, അവളാണ് എന്നെ ഭരിക്കുന്നത്, അല്ല അവളാണോ തീരുമാനം എടുക്കണ്ടേ, നിനക്ക് ആണത്തില്ലേ, അവളെ മര്യാദ പഠിപ്പിക്കുക, അല്ല അവളെ കുറച്ച് ദിവസം വീട്ടിൽ കൊണ്ടാക്ക്. ഞാൻ എത്ര പ്രാവശ്യം കേട്ടിട്ടുണ്ടെന്നറിയാമോ? പ്രത്യേകിച്ച് ഈ ചെറുപ്പക്കാരൊക്കെ വിഷമത്തോടെ ഇതൊക്കെ പറയുന്നത്. അവർക്കാണെങ്കിൽ തിരിച്ച് അമ്മയായതുകൊണ്ട് അമ്മയോടോ അപ്പനോട് തിരിച്ചൊന്നും കട്ടിക്ക് പറയാനും പറ്റില്ല. എന്താ ഭാര്യനെ സംരക്ഷിക്കാൻ വേണം. ഇത് ഉരുകുന്ന ഈ പിള്ളേരല്ലേ. ദയവ് ചെയ്ത് നിങ്ങൾ എന്താണ് ഈ ആണത്തം മര്യാദ പഠിപ്പിക്കുന്നത് ഉദ്ദേശിക്കുന്നത്? ഞാൻ ആദ്യം പറഞ്ഞു വെച്ചില്ലേ, നമ്മൾ കുടുംബം സൃഷ്ടിക്കപ്പെട്ടത്, കൂദാശ ചെയ്യപ്പെട്ടത് ഒരുമിച്ച് നിൽക്കാനാണ് അവസരം വരെ. അതുകൊണ്ട് തന്നെ അവരെ ചേർത്ത് നിൽക്കാവുന്ന ചിന്തകളും പ്രാർത്ഥനകളും സ്വപ്നങ്ങളൊക്കെ കൊടുക്കണം. അല്ലാണ്ട് പൊളിച്ചെടുക്കാനോ മര്യാദ പഠിപ്പിക്കാനോ. ആരെങ്കിലും ഈ നാട്ടിൽ എവിടെയെങ്കിലും ആർഗ്യൂ ചെയ്തിട്ടോ വാശി പിടിച്ചിട്ടോ സംസാരിച്ചിട്ടോ ജയിച്ചതായിട്ട് ചരിത്രമുണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലും തല്ലി പഠിപ്പിച്ചുകൊണ്ട് പഠിച്ചതായിട്ട് ചരിത്രമുണ്ടോ? അതൊക്കെ സിനിമയിലും കോടതികളിലും മാത്രമല്ലേ ആർഗ്യുമെന്റ്സിലൂടെ വിജയിക്കുന്നുള്ളൂ.
ഇത് ജീവിതമല്ലേ. മക്കളെ വിട്ടുകൊടുക്കാനും സ്നേഹിക്കാനും ക്ഷമിക്കാനും പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ അല്ലേ നമ്മൾ പറയുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ ദോഷകരമായ കമൻറ്റുകളും ആവശ്യമില്ലാത്ത വിവേകമില്ലാത്ത പ്രവൃത്തികളും മാറ്റിവെക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ട ഏറ്റവും വലിയ ഇടപെടൽ. ഇതെല്ലാം പറയുന്നത് ഇങ്ങോട്ട് ഇടപെടേണ്ട എന്ന് തന്നെയാണ് കേട്ടോ. പല കാര്യങ്ങളും അത്യാവശ്യം വന്നാൽ മാത്രം ഇടപെടുക. അത് നിങ്ങൾ ഇടപെടാതെ അല്പം കൂടി പ്രാർത്ഥിക്കുന്ന, അല്പം കൂടി പക്വതയുള്ള, സംസാരിക്കുമ്പോൾ വിവേകപരമായി മാത്രം സംസാരിക്കാൻ സാധ്യതയുള്ള നിങ്ങളുടെ തന്നെ ബന്ധുജനങ്ങളോ അല്ലെങ്കിൽ വൈദികരോ സന്യസ്തരോ ഒക്കെ ഉണ്ട്, അവരെ ഒന്നുകൊണ്ട് ഇടപെടുത്ത്. അപ്പോൾ എത്ര മനോഹരമായിട്ട് കാര്യങ്ങൾക്ക് തീർപ്പുണ്ടാവും. അവസാനമായിട്ട് എനിക്ക് പെൺകുട്ടികളുടെ മാതാപിതാക്കളോട് ഒരു വാക്ക് പറയാനുണ്ട്. ദയവ് ചെയ്ത് ആവശ്യമില്ലാത്ത ആത്മവിശ്വാസം നിങ്ങളുടെ പെൺമക്കൾക്ക് നിങ്ങൾ കൊടുക്കരുത്. പ്രത്യേകിച്ച് കല്യാണത്തിന് ശേഷം ചെറുക്കൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ചെറുക്കനോട് പ്രശ്നം ഉണ്ടായെന്ന് ഫോൺ ചെയ്യുമ്പോൾ തന്നെ ആദ്യം പറയുന്നത്, അങ്ങനെയാണോ, എന്നാൽ ഇങ്ങോട്ട് പോര്, എൻ്റെ കൊക്കിൽ ജീവനുള്ളിടത്തോളം കാലം ഞാൻ നോക്കിക്കൊള്ളാം നിന്നെ, നമുക്ക് ഡിവോഴ്സ് മേടിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ദൈവം ഇത് പ്രോത്സാഹിപ്പിക്കരുതേ. അത് കേട്ടിട്ട് ആ മണ്ടമാക്ക് കേട്ട് പെൺമക്കളെ ദൈവം ഇത് ഇറങ്ങിപ്പോവുകയും ചെയ്യരുതേ. പോയവരൊക്കെ പെട്ടുപോയിട്ടേ ഉള്ളൂ. അവർക്ക് എത്ര നാൾ നിങ്ങൾ നോക്കാൻ പറ്റും, എത്ര നാൾ സംരക്ഷിക്കും? കുറച്ച് നാൾ ചോദിക്കും പോകുന്നില്ലേ എന്ന് തന്നെ ചോദിക്കും. പ്രിയപ്പെട്ട മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പെൺമക്കൾക്ക് തെറ്റാണോ ശരിയാണോ എന്ന് പോലും ചിന്തിക്കാതെ അവരുടെ സൈഡിൽ നിൽക്കുന്നത്? കാര്യം എന്നറിയാമോ? ഇത് നമ്മുടെ അകത്ത് തൊടുന്നതുകൊണ്ടാണ്. നമ്മൾ വളർത്തി വലുതാക്കിയ പെൺകുട്ടിക്ക് തെറ്റുപറ്റാനോ അവൾ അവിടെ അടിമത്തം അനുഭവിക്കാനോ അവൾ അവിടെ വേദനിക്കാനോ പറ്റില്ല. അതാണ് പ്രശ്നം. ഇത് നമ്മുടെ അകത്ത് തൊടുന്നതുകൊണ്ടാണ് നമ്മുടെ മക്കളെ ബലിയാടാക്കിയിട്ട് പോരാൻ വേണ്ടി പറയുന്നത്. ദൈവം ഇത് അങ്ങനെയൊക്കെ പറയാവോ? അതാണോ പറയേണ്ടത്? വളരെ കുഴപ്പമില്ല, അച്ഛൻ പ്രാർത്ഥിക്കാം, അമ്മ പ്രാർത്ഥിക്കാം, ഒത്തിരി പേര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ തുടക്കമല്ലേ, തെറ്റുകളൊക്കെ പറ്റും, ഞങ്ങൾക്കും പറ്റിയിട്ടുള്ളതല്ലേ, തെറ്റിൽ നിന്നല്ലേ നമ്മൾ പഠിക്കേണ്ടത്. അത്രയ്ക്ക് മനോഹരമായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്ത് നല്ല ആത്മവിശ്വാസം കൊടുക്കുന്നത്. അല്ലാതെ ഇങ്ങനെ ഇറങ്ങിപ്പോരും, ഞാൻ നോക്കിക്കോളാം, നമുക്ക് കോടതി കാണാം, നമുക്ക് ചോദിക്കാനും പറയാൻ ആളുണ്ട്. കുറേ പൊട്ട സീരിയലും കണ്ട് 5 സിനിമാ ഡയലോഗ് ഒക്കെ വെക്കുന്നതൊക്കെ കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം തകർന്നു പോകത്തല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഒത്തിരി മാതാപിതാക്കൾക്ക് ഒരു ഉണർത്തുപാട്ടാവട്ടെ. എവിടം വരെ പോകാം, എത്രമാത്രം ഇടപെടാം, ഏതൊക്കെ കാര്യങ്ങളിൽ ഇടപെടാം, മാക്സിമം ഇടപെടാതിരിക്കുക, അത്യാവശ്യം വന്നാൽ മാത്രം ഇടപെടുക. മാറി ഇന്ന് പ്രാർത്ഥിക്കുക, കരം പിരിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങളുടെ മക്കളുടെ കുടുംബത്തെ, എല്ലാ കുറവുകളുള്ള കുടുംബത്തെ, എല്ലാ ബലഹീനതയുള്ള കുടുംബത്തെ സ്വർഗത്തിൻ്റെ ശക്തി കൊണ്ട് ഉയർത്തി നിർത്തണമേ. ഈ ബലഹീനതകളുടെ നടുവിൽ, കുറവുകളുടെ നടുവിൽ, കലഹങ്ങളുടെ നടുവിൽ സ്വർഗത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ കൃപ അയച്ചു കൊടുത്ത് ഞങ്ങളുടെ മക്കളെ വിശുദ്ധിയിൽ യൗസേപ്പിനെയും മാതാവിനെയും പോലെ വളർത്തണേ. ഈ ഒരു പ്രാർത്ഥന മതി ഏറ്റവും വലിയ ഇടപെടലായി. നമുക്ക് ഈ നിമിഷം ഈ ഒരു കൃപയ്ക്ക് വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ ഒന്ന് ചേർന്ന് ഞങ്ങളുടെ കുടുംബത്തെ നിന്റെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ മക്കളെ, മാതാപിതാക്കളൊക്കെ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ മക്കളൊക്കെ അടുത്തുണ്ടെങ്കിൽ അവരൊക്കെ ചേർത്ത് പിടിച്ചേ, ദമ്പതിമാരൊക്കെ കരമൊക്കെ ചേർത്ത് പിടിച്ചേ. സ്വർഗത്തിന് വലിയ അനുഗ്രഹം ഒഴുകുന്ന നിമിഷമാണ്. നിങ്ങളുടെ ഭിന്നതകളുടെ മേൽ, നിങ്ങളുടെ വിഭാഗീയതകളുടെ മേൽ, നിങ്ങളുടെ കലഹങ്ങളുടെ മേൽ, നിങ്ങൾ പരസ്പരം മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥകളുടെ മേൽ സ്വർഗത്തിന് വലിയ ശക്തി ഒഴുകുന്ന അനുഗ്രഹത്തിന് നിമിഷം. സ്വർഗം തുറന്ന് വലിയ അനുഗ്രഹം കുടുംബങ്ങളിലേക്ക് ഒഴുകുന്നു. പരസ്പരം അകന്നു നിൽക്കുന്ന, വിവാഹമോചനത്തെ പറ്റിപ്പോൾ ചിന്തിക്കുന്ന അനേക കുടുംബങ്ങളിലേക്ക് സ്വർഗത്തിൻ്റെ ശക്തി ഇടപെടുന്ന നിമിഷം. പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ ഒഴുക്കി ജ്ഞാനത്താലും വിവേകത്താലും പരസ്പര ധാരണയാലും ഒരുമിപ്പിക്കുന്ന വലിയ നിമിഷം. തമ്പുരാനെ, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, ഞങ്ങളെ കുറച്ച് അഹങ്കാരം കൊണ്ടും അഹന്ത കൊണ്ടും ഒക്കെ ഞങ്ങൾ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ മക്കളുടെ ജീവിതങ്ങളിലേക്ക് ആവശ്യമില്ലാതെ ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഇഷ്ടങ്ങൾ അവരുടെ ഇഷ്ടങ്ങളാക്കി അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. കർത്താവേ, മാപ്പ്. ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെയൊക്കെ ചേർത്ത് നിർത്തണമേ. സ്വർഗത്തിന് ശക്തിയാൽ ചേർത്ത് നീ നടുവിൽ വന്ന് നിൽക്കണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, അമ്മയുടെ ഹൃദയത്തിലേക്ക്, വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങൾ സമർപ്പിച്ച് ഞങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. നമുക്കൊന്ന് ചേർന്ന് ഈശോ മിശിഹായുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും മാധ്യസ്ഥവും സംരക്ഷണം ഉണ്ടാവട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു അച്ഛാ. ഒരുപാട് നല്ല കാര്യങ്ങൾ, നല്ല ഇൻസൈറ്റ്സ് അച്ഛനിൽ നമുക്ക് കേൾക്കാൻ സാധിച്ചു. ഒരുപാട് നല്ല അഡ്വൈസും കൂടെ അച്ഛൻ നമുക്ക് തരികയുണ്ടായി. ശരിക്കും കുറേ കാര്യങ്ങൾ ഇത്ര ചെറിയ സമയം കൊണ്ട് ഈ ഒരു ടോപ്പിക്കിനെ വിശദീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. എങ്കിലും ഈ ഒരു സമയത്തിനുള്ളിൽ ഇതിന് വേണ്ട, പ്രേക്ഷകർക്ക് വേണ്ട രീതിയിലുള്ള കണ്ടന്റ് ഞങ്ങൾക്ക് തയ്യാറാക്കാൻ സാധിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിന് വന്ന എല്ലാവർക്കും, ഇവിടെയുള്ള ഗസ്റ്റിനും അവിടെ രണ്ട് അച്ഛന്മാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ ക്വയറീസോ നിങ്ങൾക്കുണ്ടെങ്കിൽ ഏഞ്ചൽ സാമിയുടെ നമ്പറുമായി ബന്ധപ്പെടുക. വിളിക്കുന്ന നമ്പർ 0484-255-9313 അല്ലെങ്കിൽ ഡ്രോപ്പ് us your mail at info@angelsarmy.in. വിശുദ്ധ വീതിയുടെ മറ്റൊരു എപ്പിസോഡിനായി നമുക്ക് കാത്തിരിക്കാം. Until then, goodbye.
തിരിനാളം തെളിയുന്ന നേരം ഉള്ളിലൊരാനന്ദം തിരതല്ലുന്നു, വിണ്ണിലൊരാഘോഷം തുടങ്ങുന്നു. ഒരു ചെറുപൂ വിരിയുന്ന കാലം, ഒരു തിരിനാളം തെളിയുന്ന നേരം ഉള്ളിലൊരാനന്ദം തിരതല്ലുന്നു,